മിനി സ്ക്രീനിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ താരമാണ് നടി വീണ നായർ. വീണ നായരുടെ രസകരമായൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. പുറത്തേക്ക് പടിയിറങ്ങി നടന്നു വരുന്നതിനിടെ തെന്നി വീഴാൻ പോകുന്ന വീണ നായരുടെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ വൈറലാകുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. എന്നാലും എന്തോ ഒരു രസകരമായ ഒരു സംഭവം ഈ വീഡിയോയ്ക്ക് പിന്നിലുണ്ടെന്ന് ആരാധകർക്ക് തോന്നിയിരിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ പിന്നെയും വൈറലായി മാറി. നല്ല സാരി ഉടുത്ത് കറുപ്പും ചുവപ്പും കലർന്ന നിറത്തിലുള്ള സാരി ഉടുത്താണ് വീണ നായർ എത്തിയിരിക്കുന്നത്. തന്റെ വണ്ണത്തിലൊന്നും യാതൊരു പരാതിയുമില്ലാത്ത ആളാണ് വീണ നായർ. തന്റെ വണ്ണത്തിൽ സന്തുഷ്ടയാണ്. പിന്നെ താൻ എന്തിനു വണ്ണം കുറയ്ക്കണം എന്ന് ചോദിക്കുന്ന ആളാണ് വീണ നായർ. വീണ നായരുടെ ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് വീണ നായരുടെ വിജയത്തിന് പിന്നിലും. സീരിയൽ സിനിമാ നടി വീണ നായർ അസുഖബാധിതയായി ആശുപത്രിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിരവധി യൂട്യൂബ് ചാനലുകളാണ് ഇത്തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും വലിയൊരു ആശുപത്രി വാസമല്ല, സാധാരണ ഒരു പനിയോ ചെറിയ മറ്റോ അസുഖമാണ് എന്നാണ് വീണയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്താണെങ്കിലും ഈ മഴക്കാലത്തിൽ അതീവ ശ്രദ്ധ വേണമെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണമെന്നും ആരാധകർ പറയുന്നുണ്ട്. കാരണം വീണയ്ക്കൊപ്പമാണ് മകനുമുള്ളത്. അപ്പോൾ മകനായ അമ്പാടിയെയും വീണ കരുതലോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്കൂളിൽ പോയി തുടങ്ങിയത് കൊണ്ട് തന്നെ അമ്പാടിക്ക് വളരെ പെട്ടെന്ന് ഇനി മറ്റ് ആളുകളിൽ നിന്നും പുറത്തു പോകുന്നത് കൊണ്ട് തന്നെ സ്കൂളിലെ കുട്ടികളിൽ നിന്നും ഒക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇരുവരും നന്നായി ശ്രദ്ധിക്കണമെന്നും മറ്റാരും നിങ്ങൾക്കൊപ്പം ഇല്ല എന്നും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും ആരാധകർ. അതേസമയം കുറെ നാളുകളായി വീണയും മകനും ഒറ്റയ്ക്കാണ് താമസം. ആദ്യ ഭർത്താവായ RJ അമനുമായി വിവാഹബന്ധം വേർപെടുത്തിയ വീണ പിന്നീട് സന്തോഷപൂർവ്വം തന്നെ തന്റെ മകനൊപ്പം ജീവിതം ആഘോഷിക്കുന്നതിന്റെ വീഡിയോകളൊക്കെ പുറത്തുവിടാറുണ്ട്. മകനൊപ്പം സന്തോഷത്തിൽ തന്നെയാണ് വീണ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഫോട്ടോഷൂട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെയായി വീണ സജീവമാണ്. RJ അമനുമായി വിവാഹബന്ധം വേർപെടുത്തിയതിന് കാരണം ബിഗ് ബോസ് ആണ് എന്ന വലിയ രീതിയിൽ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ അല്ല അതിന് കാരണമെന്ന് വീണ പറഞ്ഞിരുന്നു. ബിഗ് ബോസിൽ താൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ട് ഭാര്യയെ വേണ്ടെന്ന് വെക്കാൻ മാത്രം മോശമായ ആളല്ല അമനെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കുമോ? നമ്മൾ അങ്ങനെ സ്നേഹിച്ച് അങ്ങനെ സ്വപ്നം കണ്ടിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. പിന്നെ അത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുന്നത് നമ്മുടെ തലയിലെടുത്തും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ ലൈഫിൽ വേണ്ടെന്ന് വയ്ക്കുന്ന തീരുമാനത്തിൽ എത്തണമെങ്കിൽ നമ്മൾ എന്തുമാത്രം മാനസികമായി വിഷമിച്ചിട്ടുകൂടിയായിരിക്കും ആ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത് നിന്റെ കരച്ചിലൊക്കെ ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളതല്ലേ, നീ അന്ന് കുറെ കാണിച്ചു കൂട്ടിയതിന്റെ അല്ലേ ഇപ്പൊ അനുഭവിക്കുന്നേ എന്നേ പറയൂ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ആൾക്കാരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ്. എന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്? ബിഗ് ബോസ് കാരണമല്ല എന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയൊരു തെറ്റിദ്ധാരണ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കുമുണ്ട്. ബിഗ് ബോസ് അവളുടെ ലൈഫ് ഇല്ലാതാക്കി. ഇല്ല, ബിഗ് ബോസ് അല്ല. ഞാൻ എന്തായാലും കുഴപ്പമില്ല, എന്റെ അച്ഛനെയും അമ്മയും എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം അമ്പാടിയുടെ അച്ഛൻ മോശമല്ല, അയാളൊരു ജെന്റിൽമാൻ ആണ്. അങ്ങനെ ബിഗ് ബോസിലെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം കണ്ണൻ അത്ര മോശമൊന്നുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ, അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ അത്ര വിദ്യാഭ്യാസമില്ലാത്ത ആളൊന്നുമല്ല. ഞങ്ങളുടെ പ്രശ്നങ്ങളെ വേറെ തന്നെയായിരുന്നു. ബിഗ് ബോസിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു, നീ എന്തുകൊണ്ട് ഇത്രയും വിഷമമുണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ല, ഇതാണ് ചോദിച്ചത്. ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമായി വന്നത് മറ്റു ചില കാര്യങ്ങളാണ്. ആദ്യം മുതലേയുള്ള പല കാര്യങ്ങളും ആയിരിക്കില്ലല്ലോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ വലിയ വിഷമമായി മാറുന്നത്. കണ്ണനെ ഇപ്പോഴും അത്ര ഇഷ്ടമാണ്, ഒരു ദേഷ്യവുമില്ല. ഭാര്യ ഭർത്താക്കന്മാരെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിനും എന്നോട് അങ്ങനെ തന്നെയാണ്, വെറുപ്പോ ദേഷ്യമോ ഇല്ല എന്നാണ് വീണ പറഞ്ഞത്. അമനും പിന്നീട് രണ്ടാമത് തന്റെ ഏറ്റവും വലിയ സുഹൃത്തിനെ, വളരെ നാളെ ലിവിംഗ് ടുഗദറിൽ കഴിയുന്ന സുഹൃത്തിനെ തന്നെ വിവാഹം